എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതല്ലേ? പലയിടത്തും അക്രമവും പ്രശ്നങ്ങളും മൊത്തം അങ്ങോട്ട് താറുമാറായിട്ട് അന്തരീക്ഷമാണ്. ഈ ഒരു കഴിഞ്ഞ വാർത്തകളിലെല്ലാം നിറയുന്ന അക്രമങ്ങൾ തന്നെയാണ്. പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു രണ്ട് മൂന്ന് കോളം നിറച്ച ഓരോ അക്രമങ്ങളാണ്. ഈ അക്രമങ്ങളും സിനിമയും തമ്മിൽ ഈയിടയ്ക്കായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അത് മറ്റൊന്നുമല്ല, മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ് പറയുന്നത്. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ OTT സ്ട്രീമിംഗിന് ശേഷം വീണ്ടും വാർത്തകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം, OTT വന്നപ്പോൾ തന്നെ എക്സ്റ്റൻഡഡ് സീൻ പോലും കിട്ടിയില്ല. ഇപ്പോഴിതാ മാർക്കോയുടെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്, മാർക്കോ എന്ന് പറഞ്ഞ സിനിമ TV-യിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ TV-യിൽ ഉള്ള സാറ്റലൈറ്റ് റൈറ്റ് കൊടുക്കുന്നില്ല. ഇത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അവരെ ഡിനൈ ചെയ്തു. അതായത് ടെലിവിഷനിൽ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അതിന് പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത്, ഇപ്പോഴുണ്ടാകുന്ന ഈ ആക്രമണവാസനകൾ എല്ലാത്തിനും ഒരു പങ്ക് വഹിക്കുന്നത് സിനിമ എന്ന ഭാഗം കൂടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ സിനിമ കൊണ്ട് മാത്രമാണോ ഈ അക്രമങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്നൊരു ചോദ്യമല്ലേ? ഇതിനു മുമ്പും ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ മൊത്തത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാര്യം അതിന്റെ അങ്ങേയറ്റം വയലൻസ് കാണിക്കുന്ന സിനിമയാണ്. പക്ഷേ ചില സീനുകൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതുണ്ട്. ആ സീനിനെ അതിന്റെ സ്വാഭാവിക രൂപം കിട്ടണമെങ്കിൽ അതങ്ങനെ തന്നെ അവതരിപ്പിച്ചേ പറ്റത്തുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു സൈക്കിക് സ്വഭാവ രീതിയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ വെച്ചാണ് ഒരു സിനിമ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ രീതി വ്യത്യസ്തമായിരിക്കും. മറ്റേ മൊമെന്റിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരാളെ കൊല്ലണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സൈക്കിക് രൂപമുള്ള അല്ലെങ്കിൽ സൈക്കിക് മനോഭാവമുള്ള വ്യക്തി എന്നിട്ട്, ഹലോ സാറേ, താങ്കളെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്ന് ആ സീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് ആ സൈക്കിക് ഭാവത്തിൽ എന്താണെന്ന് തോന്നുന്നത് ആ രീതിയിലായിരിക്കും കൊല്ലുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യാതെ ആ ഒരു സീനിന് വിലയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷന് വിലയുള്ളൂ. അതാണ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന എല്ലാ സിനിമയും ഒരുപാട് വയലൻസ് നിറഞ്ഞ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് വിരസത ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ വേറൊരു തലത്തിലോട്ട് പോവുകയും ചെയ്യും. പക്ഷെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിലുള്ള വയലൻസ്, ഞാൻ പറഞ്ഞത്, ആ കൊച്ചുകുട്ടിയെ എടുക്കുന്ന വയലൻസ് ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വേണ്ടാത്തതായിരിക്കും. കാരണം സിനിമ കാണാൻ വരുന്ന പല രീതിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ അതിനാണ് അവിടെ റേറ്റിംഗ് കൊടുത്തേക്കുന്നത്, 18+, 16+ എന്ന് പറഞ്ഞ റേറ്റിംഗ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം, മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചുള്ള കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിന്റെ പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പോസ്റ്റർ നോക്കുമ്പോൾ കാണാൻ പറ്റും, ആ പോസ്റ്ററിൽ തന്നെ കയ്യിലൊരു ആയുധം പിടിച്ചുകൊണ്ടാണ് പെപ്പെ നിൽക്കുന്നത്. ഇപ്പൊ സറൗണ്ടിങ് നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊമ്പുകളുണ്ട്, കാലയുടെയൊക്കെ പോത്തിന്റെ കൊമ്പുകളുണ്ട്, ബ്ലഡ് ഉണ്ട്. അതായത് പ്യുവർ ഒരു വയലൻസ് മോഡുള്ള സിനിമയാണ് കാട്ടാളൻ എന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം പറയുന്ന കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ വയലൻസ് ഉണ്ടെങ്കിലും ഇതുപോലെ മാർക്കോ പോലെ രീതിയിലുള്ള വയലൻസ് ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് അദ്ദേഹത്തിന് അത് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ TV-യിൽ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യങ്ങൾ, കുറെ വാർത്തകൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി ക്രിറ്റിസൈസും ഒരുപാട് വന്നിട്ടുണ്ട്. വയലൻസ് നിറഞ്ഞ സിനിമകൾ കണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെ വഴിതിരുന്നതെന്ന് പറയുന്നെങ്കിൽ, ഇതിനു മുമ്പ് നമ്മൾ ബെൻ കിങ്സ്ലി അഭിനയിച്ച ഗാന്ധി എന്ന് പറഞ്ഞ സിനിമ നമുക്ക് അറിയാമല്ലോ. ഈ ഒരു സിനിമ കണ്ടിട്ട് എങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ഗാന്ധിയുടെ രീതിയിൽ എല്ലാവരും അഹിംസ രീതിയിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഗാന്ധി എന്ന് പറഞ്ഞ സിനിമ റിലീസിന് ശേഷവും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് വയലൻസും എല്ലാ ലഹളയും എല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദേശം എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയത്തിന്റെ ഒരു പൊള്ളത്തരം കാണിക്കുന്ന സിനിമയാണ്. എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും രാഷ്ട്രീയം അങ്ങ് വെറുക്കാം, രാഷ്ട്രീയത്തിൽ പോകുന്നില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലോ. അതുപോലെ തന്നെ എടുത്തു പറയുന്ന സിനിമയാണ് സ്പിരിറ്റും വെള്ളം. ഈ രണ്ട് സിനിമകളിലും പറയുന്നത് പുകവലിയുടെയും മദ്യപാനത്തിന്റെ ദൂഷ്യഫലങ്ങൾ കൃത്യമായിട്ട് സ്പിരിറ്റിൽ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ നാളെ എല്ലാവരും വിചാരിക്കുകയാണ് നമ്മൾ മദ്യപാനം നിർത്തില്ല എന്ന് പറഞ്ഞ് വിചാരിക്കുന്നുണ്ടോ? ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അതൊക്കെ സിനിമയുടെ രീതിയിലാണ് ഓഡിയൻസ് കാണുന്നത്. പക്ഷെ ഈ വയലൻസിന് ഒരു റെസ്ട്രിക്ഷനും കൂടെ കൊടുക്കുക. അതായത് തീവ്രമായ ഒരു വയലൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പക്ഷേ കാണുന്ന വ്യക്തികളുടെ മനസ്സിലാക്കാതും ഭയങ്കരമായിട്ട് മാറ്റി. അതും കൂടെ നോക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സിനിമയ്ക്ക് ഒരു പൂർണ്ണ രൂപം കിട്ടണമെങ്കിൽ ചില സീനുകൾ വേണ്ടതാണെങ്കിൽ അത് വേണം, അല്ലാതെ ആ സിനിമ പൂർണ്ണമാകത്തില്ല. പക്ഷേ സിനിമയ്ക്ക് നമ്മുടെ ഓഡിയൻസിന് വലിയ സ്വാധീനമുണ്ട്. ഇപ്പം നമ്മുടെ ദുൽഖർ സൽമാന്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതിനു മുമ്പ് വരെ യാത്രകൾ പോയിരുന്ന വ്യക്തികൾ കൂടുതലും ബുള്ളറ്റ് എടുത്തിട്ട് ഒരു സോളോ റൈഡ് പോകാൻ
എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ചിന്തിച്ച് അതിനുശേഷം ഒരുപാടുണ്ട്. ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് അതിന് ശേഷമാണ്. അതുപോലെ തന്നെ ചാർലി എന്ന് പറഞ്ഞ സിനിമ എടുക്കുകയാണെങ്കിൽ മീശപ്പുലിമല എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ, അതുവരെ പോകാതിരുന്ന മീശപ്പുലിമല അതിനുശേഷം ട്രെൻഡിങ് ആയി. അതുപോലെ കുട്ടിക്കാനം വാഗമൺ എന്ന് പറഞ്ഞാലെ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയിലെ സുലൈമാനി, ആ ഒരു സുലൈമാനി ബേസ് ചെയ്ത കഥയാണുള്ള സിനിമയും പോകുന്നത്. അപ്പൊ ഈ സുലൈമാനി എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അറിയാനും കുടിക്കാനും ഉള്ളത് തോന്നലുണ്ടായി. അതുപോലെ തല്ലുമാല എന്ന് പറഞ്ഞ സിനിമയിലെ ഡ്രസ്സിങ് സ്റ്റൈല്, പ്രേമത്തിലെ ഡ്രസ്സിങ് സ്റ്റൈൽ, ആ കറുത്ത ഷർട്ടും അതുപോലെ മുണ്ടുമൊക്കെ, അങ്ങനെ കോസ്റ്റ്യൂം വൈസ് ആൾക്കാര് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും സ്വാധീനം ചെയ്യും. ഇപ്പൊ യാത്രയാണെങ്കിൽ യാത്ര, ഡ്രസ്സാണ് ഡ്രസ്സ്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിധി വരെ സിനിമയുടെ വയലൻസും നമ്മുടെ യുവാക്കളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പം MDMA ഡ്രഗ്സ് യൂസേജ് ഒക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് സിനിമ കണ്ടുകൊണ്ട് ഒരാൾ വലിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അയാൾ തുറന്നുകൊണ്ടേയിരിക്കും. ഇതിനെല്ലാം മൂലകാരണം എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കുടുംബവും ഒക്കെ തന്നെയാണ്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യമാണ് ഇതിനെല്ലാം ഒരു സ്വാധീനമായിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചുറ്റുപാടും കാണുന്ന സാഹചര്യം നമുക്ക് വളരെയധികം ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അത് എങ്ങനെയെങ്കിലും കാരണം അത് ബേസ് തൊട്ട് ഇപ്പൊ സ്കൂളുകളിലാണെങ്കിൽ നമുക്ക് കുറെ അധ്യാപകരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതും, അതുപോലെ പേരൻസിന്റെ ഒരു നോട്ടവും ഗൈഡൻസും ഒക്കെ ഉള്ളതെന്നുള്ളതും ഒക്കെ നോക്കുക എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സിനിമ കൊണ്ട് മാത്രം എന്താ പറഞ്ഞ വയലൻസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നാളെ അങ്ങനെയാണ് ഇങ്ങനെയുള്ള സിനിമകളെല്ലാം നിർത്തലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സിനിമ ഇറക്കാൻ പറ്റത്തില്ല. അതായത് ഇതുപോലെ സിനിമകൾ, അതായത് ഈ വയലൻസ് സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ചില വയലൻസ് സീനുകൾ വേണ്ടി വരും ചില രംഗത്തിന്. അപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ആ ഒരു രംഗവും മറ്റുള്ള രംഗവും തമ്മിൽ ഒരു കണക്ഷൻ പോലും കാണത്തില്ല. സിനിമയുടെ ആ മോശം വശം യുവാക്കളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ലിമിറ്റിൽ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടില്ല. അതുപോലെ തന്നെ നല്ല വശങ്ങളും സ്വാധീനം ചെലുത്തുന്നുണ്ട്. കൂടുതലും നല്ല വശങ്ങളാണ് സ്വാധീനം ചെലുത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദുൽഖറിന്റെ സിനിമകളൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും സിനിമ അല്ലെങ്കിൽ വയലൻസ് ഉള്ള സിനിമകൾ അല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ ഇറക്കാതിരിക്കുന്നതുകൊണ്ട് നാളെ ഈ പറഞ്ഞ യൂത്ത് എല്ലാം അക്രമം നിർത്തുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിലും ഈ സിനിമ എടുക്കുന്ന വ്യക്തികൾ ഈ പറയുന്ന പോലെ ഈ ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ട്, നമ്മൾ യുവാക്കൾ ഇങ്ങനെയുള്ളതാണ് എന്നുള്ള കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് സിനിമയൊക്കെ ഇറക്കണം എന്നുള്ളത് ഒരു അഡ്വൈസ് ആയിട്ടാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്കും പറഞ്ഞു ഈ ഒരു സിനിമ കൊണ്ട് മാത്രമാണോ ഇന്നത്തെ ഈ സംഭവ വികാസങ്ങളൊക്കെ രൂപപ്പെടുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.